ഹലോ ഹായ് മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റാണ്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് വേവിച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ സാധാരണ വേവിക്കും പോലെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ 2 വിസിലാകുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ക്യാരറ്റ് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് 250 ml കപ്പിൽ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എടുത്തു വെച്ചിട്ടുള്ള 2 കപ്പ് പാലിൽ നിന്നാണ് 1/4 കപ്പ് പാൽ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതൊട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് ബാക്കിയുള്ള പാല് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പാല് നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ പാല് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അപ്പോൾ ഇതാ പാല് നന്നായിട്ട് തിളച്ച് പഞ്ചസാരയെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന ആ ഒരു കണക്കിന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരുപാട് അങ്ങ് കട്ടിയാവണ്ട. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന ആ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം മതി. ഈ ഒരു കണക്കിന് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയാവും. അഥവാ കട്ടി കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കറക്റ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂട് മാറിയ ശേഷം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കാം. കസ്കസിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. കസ്കസ് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇതാ കസ്റ്റാർഡിൻ്റെ മിക്സ് നല്ല പോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഇത് അടിച്ചെടുക്കണം. അപ്പോഴേ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ ഒരു ഡ്രിങ്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. വിശപ്പും ദാഹമൊക്കെ മാറുന്ന നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.